നമസ്കാരം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. പ്രദേശവാസികൾ ഭീതിയിൽ. മോഷ്ടിച്ച സ്വർണം തിരികെ നൽകി മാപ്പ് അപേക്ഷിച്ച് മോഷ്ടാവ്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകിയാണ് മോഷ്ടാവിന്റെ മാപ്പ് അപേക്ഷ. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൌണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് വേലിയേറ്റമുണ്ടായത്. മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. എരുമപ്പെട്ടി അത്താണി റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സിലെ ഡ്രൈവർ പുതുരുത്തി സ്വദേശി സുധീഷിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന കുന്നംകുളത്തെ നോട്ട്ബുക്ക് വ്യവസായം. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവശേഷിക്കുന്നത് 25 എണ്ണം. കുന്നംകുളത്തിന്റെ തനത് വ്യവസായത്തെ സംരക്ഷിക്കാൻ നഗരസഭയും AC മൊയ്തീൻ MLAയും ചേർന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കടങ്ങോട് മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. എരുമപ്പെട്ടി തിപ്പല്ലൂർ തച്ചാട്രി മനോജിന്റെ മകൾ അധിരിത, കാണിപ്പയൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് മണ്ടംപറമ്പ് ചുള്ളിവളപ്പൽ ബാലൻ, മനപ്പടി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ PT സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കുട്ടികളായ അതിരിധിക്കും ആദിദേവിനും വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നായയുടെ കടിയേറ്റത്. മറ്റുള്ളവർക്ക് റോഡരികിൽ വെച്ചുമാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം K ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 2 മാസം മുൻപ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വീട്ടമ്മ കാർത്തിയായിനി പേവിഷബാധയുള്ള തെരുവ് നായ കടിച്ച് മരിച്ചിരുന്നു. നമുക്കറിയാം, എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. മാസങ്ങൾക്ക് മുമ്പ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കൊല്ലമ്പടിയിൽ ഒരു വയോധിക തെരുവ് നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ വയോധികയുടെ മകനും അതിസാരമായി ഗുരുതരമായി കടിയേറ്റിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വാർഡിന്റെ മെമ്പർ K ഗോവിന്ദൻകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുണ്ടുപറമ്പ്, എരുമപ്പെട്ടിയിൽ കരിയന്നൂർ കുണ്ടുപറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ പ്രദേശത്തും കരിയന്നൂർ മേഖലയിലും അതുപോലെ തന്നെ തിപ്പല്ലൂർ ക്ഷേത്ര പരിസരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ തെരുവുനായ്ക്കൾ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലും ഒക്കെ നടക്കുമ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അതിനേതായിട്ടുള്ള എല്ലാവിധ പരിഗണനയും കൊടുക്കും. താങ്ക് യു. കുട്ടീനെ കടിക്കുമ്പോ ഓടണമൊന്നുമില്ല, ഓടി വന്നിട്ട് പട്ടി കടിച്ചത് അറിഞ്ഞില്ല. കുട്ടി വേറെ ആളറിഞ്ഞു കണ്ടപ്പോ പറഞ്ഞത് ഒരു 4-4:30 ഉണ്ടാവും. അവൻ അവിടെ നിക്കാർന്ന്. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്ത്. ഇപ്പൊ ഇറങ്ങിക്കില്ല. അവൻ അനങ്ങിയില്ല, കരഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലേനു.
കാലത്ത് ഞാൻ പണിക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഒരു നായ വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ വെച്ചിട്ട് നോക്കിയപ്പോ നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു തങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവര് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു എന്ന്. ചോര അപ്പളേക്കും ഇതായിട്ട് വന്നു. പിന്നെ ആ പള്ളിയിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് മനക്കിലെ വീട്ടിൽ പണിക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരാൾ തന്നെ കടിച്ചിട്ടുണ്ട്. രാമേട്ടൻ എന്നാ ബാലേട്ടൻ എന്നാണ് പേര് പറഞ്ഞു മണ്ടോർമ്മില്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി മോഷ്ടാവ്. അരിയന്നൂർ പോക്കാക്കിലത്ത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീടിന്റെ പുറകുവശത്ത് നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും ഒപ്പം മാപ്പപേക്ഷ എഴുതിയ കത്തും ലഭിച്ചത്. മോഷ്ടിച്ച 10 പവനിൽ 2 പവൻ ഇതിനോടകം വിറ്റതായും ബാക്കി 8 പവൻ തിരികെ നൽകുന്നതായുമാണ് കത്തിൽ പറയുന്നത്. മാപ്പ് ആവർത്തിച്ച് മോഷണക്കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. പോലീസ് എത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മോഷ്ടാവിന് മാനസാന്തരമുണ്ടായത്. മോഷ്ടാവിന്റെ മുഖം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ താൻ ഉടൻ പിടിയിലാകുമെന്ന് ഭയന്നാണ് സ്വർണം തിരികെ നൽകിയതെന്നാണ് കരുതുന്നത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്വർണ്ണാഭരണങ്ങളും കത്തും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. മോഷ്ടാവിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ വിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇരു വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റോ ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചു. തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ വീടിനുള്ളിലേക്ക് മിന്നൽ പ്രവേശിച്ചത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. സംഭവസ്ഥലം വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തി വിവരം ബന്ധപ്പെട്ട റവന്യൂ അധികൃതരെ അറിയിക്കുമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വീട്ടുകാർക്ക് അദ്ദേഹം ഉറപ്പു നൽകി. ശക്തമായ ഇടിമിന്നലിൽ നമ്മുടെ ഈ പിന്നാ നിൽക്കുന്ന ഒരു വീടിന് വളരെയധികം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എല്ലാം കത്തി നാശമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ബിൽഡിങ്ങിലും ടൈൽ ഇളകിയിട്ടുണ്ട്. അതുപോലെ ബിൽഡിങ്ങിൽ വിള്ളൽ വീണിട്ടുണ്ട്. അത് വലിയൊരു അപകടമാണ് ഇന്നലെ ഈ ഒരു ഇടിമിന്നലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങളുടെ ഭാഗത്തെത്തിക്കും വില്ലേജിനുകാരിൽ എത്തിച്ച് ഇവർക്ക് വേണ്ട നടപടികളുള്ള സഹായ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രി ഉണ്ടായ ഇടിമിന്നലിൻ്റെ ഭാഗമായിട്ട് വയറിങ്ങും അതുപോലെ ചുവരും ടൈല് വരെ തകർന്നു. വളരെ നാശനഷ്ടം ഉണ്ടായി. അപകടം ഒരുപാടുണ്ടായി. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് വേലിയേറ്റം ഉണ്ടായത്. വലിയ തിരമാല വന്നതോടെ ആളുകൾ പരിഭ്രാന്തരായി. കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. അല്പസമയത്തിന് ശേഷം കടൽ ശാന്തമാവുകയും ചെയ്തു. ചാവക്കാട് ബീച്ചിൽ നിരന്തരം ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം വെള്ളം കയറുന്നത് കച്ചവടക്കാർക്കും സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കടപ്പുറം അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റമുണ്ടായി. കടൽവെള്ളം റോഡിലേക്ക് അടിച്ചുകയറി. റോഡിന് മറുവശം കടന്ന് അഞ്ചങ്ങാടി വളവിൽ മെയിൻ റോഡ് വരെ കടൽവെള്ളത്തിൽ മുങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P അഷ്കർ അലി, PV ദിലീപ് കുമാർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികളാകുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന അമൃത് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളാണ് കൌൺസിൽ യോഗം അംഗീകരിച്ചത്. താലൂക്ക് ആശുപത്രിയിലെ സേവനങ്ങളിലെ പരിമിതികൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. നിലവിൽ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണമില്ലാത്ത വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതി തയ്യാറാക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. അടുപ്പുട്ടി പ്രദേശത്ത് പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിച്ച് നഗരസഭാ പരിധിയിലൂടെ തന്നെ ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതിനും തീരുമാനിച്ചു. കുളങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിയിൽ കൌൺസിലർമാരുടെ യോഗം ചേർന്നു. കൂടുതൽ പൊതുകുളങ്ങൾ ഉൾപ്പെടുത്തും. നഗരത്തിലെ ചിൽഡ്രൻസ് പാർക്ക്, കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്നിവയുടെ പുനരുദ്ധാരണവും അമൃത് പദ്ധതിയിൽ പുതിയ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തും. പുതിയ ബസ് സ്റ്റാൻഡിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനും പദ്ധതി രൂപീകരിക്കും. താലൂക്ക് ആശുപത്രിയിലെ ENT, ഓർത്തോ വിഭാഗങ്ങളിലെത്തുന്ന രോഗികളെ തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്ന് ഷാജി അലിക്കൽ പറഞ്ഞു. രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട്. വിരലിൽ എണ്ണാവുന്ന അത്രയും ശസ്ത്രക്രിയ മാത്രമാണ് ഒരു മാസം ഈ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്നും
ഷാജി ആലിക്കൽ വ്യക്തമാക്കി. അത്യാഹിത വിഭാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറേ ഉള്ളൂവെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരനും ചൂണ്ടിക്കാട്ടി. കൂടുതൽ ഡോക്ടർമാരെ അത്യാഹിത വിഭാഗത്തിൽ നിയമിക്കുന്നതിനുള്ള ഇടപെടലുകൾ വേണ്ടതുണ്ടെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും പറഞ്ഞു. അതേസമയം ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട HMC യോഗത്തിൽ സ്ഥലം MLA പങ്കെടുക്കാറില്ലെന്ന് ലബീബ് ഹസൻ കുറ്റപ്പെടുത്തി. കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി തുറക്കുളം മാർക്കറ്റിൽ പുതുതായി ഒരു കമ്മീഷൻ ഏജൻസിക്ക് ലൈസൻസ് നൽകിയത് 3 പ്രതിപക്ഷ പാർട്ടികളുടെയും അംഗങ്ങൾ ചോദ്യം ചെയ്തു. കാനകളുടെയും തോടുകളുടെയും ശുചീകരണം കാര്യക്ഷമമല്ലെന്ന് വിവിധ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. എന്നാൽ കേസ്മാർട്ട് സംവിധാനം വഴി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ലൈസൻസ് ലഭിക്കുമെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ലൈസൻസ് റദ്ദാക്കിയെന്നും ചെയർപേഴ്സൺ വിശദീകരിച്ചു. ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ 2ാം ഗഡു നൽകുന്നത് വൈകിയത് പ്ലാൻ ഫണ്ട് ലഭ്യമാകാത്തതിനാലാണ്. സ്നേക് റിസീവർമാർക്ക് നഗരസഭയിൽ നിന്നും പണം കൊടുക്കാൻ കഴിയുമോ എന്നതിന്റെ നിയമവശം പരിശോധിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പുതുതായി വാങ്ങിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ ഉപയോഗപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൗൺസിലർമാർ ഉന്നയിച്ച വിവിധ വിഷയങ്ങളിൽ മറുപടിയായി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിലും കുന്നംകുളം മണ്ഡലത്തിൽ AC മൊയ്തീൻ MLAയുടെ വിജയത്തിലും ആഹ്ലാദം പങ്കുവച്ച് പാർട്ടികൾ യോഗത്തിൽ മധുര വിതരണവും നടത്തി. അതേസമയം ഭിന്നത വീണ്ടും പ്രകടമാക്കി കോൺഗ്രസിലെ ഇരുവിഭാഗവും പ്രത്യേകമാണ് മധുര വിതരണം നടത്തിയത്. കൗൺസിൽ യോഗത്തിന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർമാരായ സോമൻ ചെറുകുന്ന്, റീജ സലീൽ, ശ്രീജിത്ത് ആവേൻ, ഗീതാ ശശി തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ജനപ്രിയ മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചു. ഓൾഡ് മങ്ക്, ഓഫീസേഴ്സ് ചോയ്സ്, ലേമൗണ്ട് റം അടക്കം ബ്രാൻഡുകൾക്കാണ് വില കുറഞ്ഞത്. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചിരിക്കുന്നത്. എല്ലാ ബ്രാൻഡുകൾക്കും വില കുറഞ്ഞിട്ടില്ല. ചിലതിന് മാത്രമാണ് വിലക്കുറവ് ബാധകം. മദ്യം വിതരണം ചെയ്യുന്ന കമ്പനികൾ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബെവ്കോ വില കുറച്ചതായി എല്ലാ ഔട്ട്ലെറ്റുകളിലും അറിയിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചില ബ്രാൻഡുകൾ മദ്യം കമ്പനി പ്രതീക്ഷിച്ച വിൽപ്പന നടത്താതെ പല ഔട്ട്ലെറ്റുകളിലും കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ബ്രാൻഡ് മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഈ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചില ജനപ്രിയ ബ്രാൻഡുകളുടെ വിലയും കുറച്ചിട്ടുണ്ട്. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കുറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിറ്റുവരവുള്ള ബ്രാൻഡുകൾക്കും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ വിലക്കുറവ് നിലവിൽ വന്നു. കുന്നംകുളത്ത് സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ പരിസരവാസികളും വാഹനയാത്രികരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരക്കേറിയ തൃശൂർ കുന്നംകുളം റോഡിൽ അപകടത്തെ തുടർന്ന് അല്പനേരം ഗതാഗത തടസ്സമുണ്ടായി. വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന കുന്നംകുളത്തെ നോട്ട്ബുക്ക് വ്യവസായം. അച്ചടിയിലൂടെയും പുസ്തകക്കെട്ടുകളിലൂടെയും വാണിജ്യ നഗരം എന്ന ഖ്യാതി നേടിയ കുന്നംകുളത്തിന് ഇന്ന് ആ പ്രതാപം നഷ്ടമാവുകയാണ്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച വർണ്ണാഭമായ ചട്ടകളുള്ള കുന്നംകുളം പുസ്തകങ്ങൾ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹരമായിരുന്നു. യന്ത്രങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് ഓരോ ബൈൻഡിംഗ് യൂണിറ്റും 100 കണക്കിന് കുടുംബങ്ങളുടെ അന്നമായിരുന്നു. പേപ്പർ മടക്കാനും തുന്നാനും ഒട്ടിക്കാനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കഷ്ടിച്ച് 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. ക്ലാസ്മേറ്റ്, ക്യാമൽ തുടങ്ങിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടെയാണ് കുന്നംകുളത്തെ ചെറുകിട യൂണിറ്റുകൾ പ്രതിസന്ധിയിലായത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ഈ കമ്പനികളോട് മത്സരിക്കാൻ പഴയ രീതിയിലുള്ള ബൈൻഡിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. വേനലവധിക്കാലത്ത് മാത്രം ലഭിക്കുന്ന ഓർഡറുകൾ കൊണ്ട് വർഷം മുഴുവൻ അതിജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ ഭൂരിഭാഗം തൊഴിലാളികളും മറ്റ് മേഖലകളിലേക്ക് ചേക്കേറി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും വ്യാപാരികളുടെ ലാഭക്കൊതിയും നിർമ്മാതാക്കളെ കൂടുതൽ തളർത്തി. 1 കിലോ പേപ്പറിന് 90 രൂപ നൽകി പുസ്തകം നിർമ്മിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 23 മുതൽ 28 രൂപ വരെ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം വിപണിയിൽ 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വൻകിട കമ്പനികളുടെ പുസ്തകങ്ങൾക്ക് 6 മുതൽ 15 രൂപ വരെ വില കൂടുതലായി ഉണ്ടായിട്ടും ലഭ്യതയുടെ പേര് പറഞ്ഞ് കച്ചവടക്കാർ പ്രാദേശിക നിർമ്മാതാക്കളെ ചൂഷണം ചെയ്യുകയാണ്. ലാഭത്തിന്റെ സിംഹഭാഗവും ഇടനിലക്കാരും വിപണന കേന്ദ്രങ്ങളും കൊണ്ടുപോകും. സ്വന്തമായി വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചും കിലോ കണക്കിന് പുസ്തകങ്ങൾ വിറ്റും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല.
നിലവിൽ പ്രൈമറി, കോളേജ് തലങ്ങളിലേക്ക് 3 അളവുകളിലുള്ള പുസ്തകങ്ങളാണ് പുറത്തിറക്കുന്നത്. ഇതിൽ ചെറിയ പുസ്തകങ്ങളിൽ നിന്നുള്ള ലാഭം തീരെ ഇല്ലാതായതോടെ അവയുടെ നിർമ്മാണം ഉടൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഉടമകൾ. കുന്നംകുളത്തിന്റെ ഈ തനത് വ്യവസായത്തെ സംരക്ഷിക്കാൻ നഗരസഭയും AC മൊയ്തീൻ MLAയും ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പൈതൃക ഗ്രാമം പോലുള്ള പദ്ധതികളിലൂടെ മേഖലയെ സംരക്ഷിക്കാനാണ് നീക്കം. ചിതറിക്കിടക്കുന്ന ചെറുകിട യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ആധുനിക വിപണന രീതികളുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കുന്നംകുളത്തിന്റെ അക്ഷരപ്പെരുമ ഭാവിയിലേക്കും നിലനിർത്താൻ സാധിക്കൂ. എരുമപ്പെട്ടിയിൽ മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി അത്താണി റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സിലെ ഡ്രൈവർ മുണ്ടത്തിക്കോട് പുതുരുത്തി വടക്കേക്കര വീട്ടിൽ സുധീഷിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യലഹരിയിലായിരുന്ന ബസ് ഡ്രൈവർ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു പരിശോധന. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ പഴഞ്ഞിയിൽ ആരംഭിച്ച പുതിയ അടയ്ക്ക മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പാറേമ്പാടം ആറ്റുപുറം റോഡ് പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി BJP രംഗത്തെത്തിയിരുന്നു. അന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും കയ്യേറ്റ നിർമ്മാണം നടത്തുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. പഞ്ചായത്തിന്റെ അഭിമാനമാകേണ്ട അടയ്ക്ക മാർക്കറ്റ് പഞ്ചായത്തിന്റെ സ്ഥലത്ത് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്നതിന് പകരം സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ അനുമതി നൽകുകയാണ് ചെയ്തത്. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് റോഡിലേക്ക് ഇറക്കി പണിത കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് BJP രേഖാമൂലം പരാതി നൽകി. പാർക്കിംഗ് സൌകര്യം ഇല്ലാത്തത് റോഡിൽ അപകടം വർദ്ധിപ്പിക്കുമെന്നും BJP ആരോപിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കുന്നത്ത്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അരുൺ ഗഗനൻ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് ഏകദേശം 3 ആഴ്ച മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയുണ്ടായി. മനഃപൂർവ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരാതി പൂഴ്ത്തിവെക്കുകയും ഇന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ കുത്തക മുതലാളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായിട്ട് ഇതിനെ പ്രതിഷേധിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, പഴഞ്ഞി മാർക്കറ്റിന്റെ അവിടുത്തെ റോഡിന്റെ അവസ്ഥ അറിയാം. ഒരു വണ്ടി വന്നാൽ അടുത്തൊരു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ലാത്തൊരു മേഖലയാണ്. കാരണം നമ്മൾ ഒരു 10 വർഷം 20 വർഷം കണ്ട് മുന്നോട്ട് നമ്മൾ വികസനം ചിന്തിക്കുന്നതിന് പകരം റീൽസ് ആയിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും. ശക്തമായ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ചാവക്കാട് ദേശീയപാത 66ന്റെ തൃശൂർ റീച്ചിൽ വാഹനങ്ങൾക്ക് പാതയിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അശാസ്ത്രീയമാണെന്ന് പരാതി. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജനങ്ങൾ വലിയ യാത്രാദുരിതം നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ചാവക്കാട് മേഖലയിലെ ആളുകൾ. ചാവക്കാട് ഭാഗത്തുനിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മണത്തലയിൽ നിന്നാണ് നിലവിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് 8.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിലേക്കുള്ള അടുത്ത എൻട്രി പോയിന്റ് ലഭ്യമാകൂ. ഇതിനിടയിൽ 2 ഇടങ്ങളിൽ ദേശീയപാതയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പ്രവൃത്തി നാട്ടുകാർക്ക് യാത്രാദുരിതവും അപകടവുമുണ്ടാക്കാൻ ഇടയാക്കുമെന്ന് പൊതുപ്രവർത്തകൻ KK ഹംസക്കുട്ടി പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത മലപ്പുറം ജില്ലയിൽ ഓരോ പാലത്തിന് മുമ്പും പിമ്പും പാലം കയറുന്നതിന് മുന്നേ എക്സിറ്റും പാലം ഇറങ്ങുമ്പോൾ എൻട്രിയും വളരെ വ്യക്തമായി എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അത്തരത്തിലുള്ളൊരു മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായ അപാകത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ പെരിയമ്പലത്ത് എക്സിറ്റ് കൊടുക്കുന്നു. പിന്നീട് എക്സിറ്റ് കൊടുക്കുന്നത് എടക്കഴിയൂരിലാണ്. ഇതിനിടയിൽ 7ഓളം പാലങ്ങൾ ഇവിടെയുണ്ട്. ആകെ നൽകപ്പെടുന്നത് 3 എക്സിറ്റുകൾ മാത്രമാണ്. ജനങ്ങൾക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇവിടെ നിയമലംഘനങ്ങൾ ഉണ്ടാവാൻ വളരെയേറെ സാധ്യതയുണ്ട്. വളരെ ഗുരുതരമായ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ്. അണ്ടത്തോട് മുതൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഓരോ അടിപ്പാതയുടെയും അപ്രോച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും കൃത്യമായ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തൃശൂർ റീച്ചിലെത്തുമ്പോൾ
അലൈൻമെന്റിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇത് റോഡ് നിർമ്മാണ സമയത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തത് മൂലമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വേണ്ട രീതിയിൽ ഇടപെടാത്തതാണ് ഇത്തരമൊരു അശാസ്ത്രീയമായ അലൈൻമെന്റ് വരാൻ കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. തൃശൂർ റീച്ചിലെ പ്രത്യേകമായ ഈ മാറ്റം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമെന്നും പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പോർക്കുളം പഞ്ചായത്തിലെ വനിതകൾക്കായി യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ തനത് ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപയോളം വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ അംഗങ്ങളായ പഞ്ചായത്തിലെ 110-ലധികം വരുന്ന വനിതകൾക്ക് ദിവസവും പരിശീലനം നൽകുന്നതിനായി വനിതാ ട്രെയിനറെയും നിയമിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു ഹരീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മൈമുനത്ത്, യോഗ ട്രെയിനർ പ്രവിത, ICDS സൂപ്പർവൈസർ കെ.എ. അനിത, മുൻ പഞ്ചായത്ത് മെമ്പർ കെ. ശൈലജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന യോഗ പരിശീലനത്തിന് ട്രെയിനർ പ്രവിത നേതൃത്വം നൽകി. പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ 3ാം ഉപസമിതി അംഗങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 10 മണിയോടെയാണ് ശ്രീരംഗ് അപ്പ ബാർനെ MP-യുടെ നേതൃത്വത്തിലുള്ള 7 MP-മാരും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ക്ഷേത്രത്തിലെത്തിയത്. MP-മാരായ സതീഷ് കുമാർ ഗൌതം, TM സെൽവഗണപതി, ഓം പ്രകാശ് രാംജിനി ബാൽക്കർ, നീരജ് ഡാംഗി, സംഗീത യാദവ്, ഡോക്ടർ ധർമ്മശീല ഗുപ്ത എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സമിതി അംഗങ്ങൾക്കൊപ്പം ലോക്സഭയിലെയും ധനകാര്യ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥരും കനറ ബാങ്ക്, CGM, BP ജാദവ് ഉൾപ്പെടെയുള്ള ബാങ്ക് അധികൃതരും സംഘത്തിലുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം സമിതി അംഗങ്ങൾ പ്രസാദം സ്വീകരിച്ചു മടങ്ങി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക ഭാഷാ നടത്തിപ്പ് പരിശോധിക്കുന്നതിനായി എത്തിയതായിരുന്നു സമിതി. ഭക്ഷണാവശിഷ്ടങ്ങൾ തേടുന്നതിനിടെ മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി അവശനായ തെരുവ് നായ്ക്ക് രക്ഷകനായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ദിവസങ്ങളായി പാത്രം കുടുങ്ങിയ നിലയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു ഈ നായ. വിവരമറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നായയെ പിടികൂടി മുഖത്തെ പാത്രം മുറിച്ചു മാറ്റിയത്. പ്ലാസ്റ്റിക് പാത്രം നീക്കം ചെയ്തതോടെ ദിവസങ്ങളായി ശ്വാസമെടുക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടിയിരുന്ന നായ സുരക്ഷിതമായി മടങ്ങി. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ PI ചേറുകുട്ടി ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു. 3ാം വാർഡ് പാറന്നൂർ കുരുത്തിച്ചാൽ പാലത്തിന് സമീപം സജ്ജമാക്കിയ ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ശിവരാമൻ, ജെസി ജോസഫ്, അനുഷ ഷാഫർ, TK ഹക്കീം, TU സെബി, KL പോൾസൺ, PS സഹല, ഭവ്യ നിഖിൽ, ഷെയ്സന ജിഷാദ്, M ഉമ്മർ, അനീഷ് ആന്റണി, മിനി രാജേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ആസൂത്രണ സമിതി അംഗം MB പ്രവീൺ, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ V ധന്യ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. 1964 മുതൽ 1979 വരെയുള്ള കാലഘട്ടത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്ന PI ചേറുകുട്ടിയുടെ സ്മരണാർത്ഥമാണ് ഹാപ്പിനെസ് പാർക്ക് കുരുത്തിച്ചാൽ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നേടിയ ഹാട്രിക് വിജയത്തിൽ AC മൊയ്തീൻ MLA വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്താൻ കാട്ടകാമ്പാൽ മേഖലയിൽ പര്യടനം നടത്തി. കാട്ടകാമ്പാൽ മേഖലയിലെ പെങ്ങാമുക്ക്, പലാട്ടുമുറി, ചിറയൻകാട്, രാമപുരം എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കാട്ടകാമ്പാൽ ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൾപ്പടവിൽ കൊയ്ത്തിനിടെ കൊഴിഞ്ഞ നെൽമണികൾ മുളച്ചുപൊന്തി. മഴയിൽ നെൽച്ചെടികൾ ഒടിഞ്ഞു വീണത് മൂലം ഒട്ടേറെ നെൽമണികൾ പാടത്ത് കൊഴിഞ്ഞിരുന്നു. ഈ നെൽമണികളാണ് ഇപ്പോൾ മുളച്ചുപൊന്തിയത്. കാട്ടകാമ്പാൽ മേഖലയിലെ പല കോൾപ്പടവുകളിലും
കൊയ്ത്തിനു കൊണ്ടുവന്ന കൊയ്ത്തുമിതി യന്ത്രത്തിൽ നിന്നും ധാരാളം നെൽമണികൾ പാടത്ത് കൊഴിഞ്ഞിരുന്നതായി കർഷകർ പരാതിപ്പെട്ടിരുന്നു. കൊഴിഞ്ഞു വീണ നെൽമണികൾ മൂലം കർഷകർക്ക് വിളവിൽ വൻ കുറവുണ്ടായിരുന്നു. പാടത്ത് ഇപ്പോൾ മുളച്ച നെൽച്ചെടികളെല്ലാം പാടത്ത് നശിച്ചു പോകുന്നതിനാൽ കർഷകർക്ക് ഇതെല്ലാം നഷ്ടമാണ്. വേനൽമഴ മൂലം പലയിടത്തും വൈക്കോൽ ശേഖരിക്കാൻ കഴിയാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന് തുടക്കം കുറിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ നടന്ന നഴ്സസ് ദിനാചരണം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം അധ്യക്ഷയായി. സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സീന റോസ്, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ലിറ്റി മരിയ, ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമാരെ അഡ്മിനിസ്ട്രേറ്റർ റോസാ പൂക്കൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് നഴ്സസ് ദിനത്തിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് കേക്ക് മുറിച്ചു. സ്റ്റാഫ് നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് ആരോഗ്യപരിപാലനത്തിൽ നഴ്സുമാരുടെ സേവനങ്ങൾ വിശദമാക്കുന്ന ഫ്ലാഷ് മോബും നൃത്ത സംഗീത ശില്പങ്ങളും അവതരിപ്പിച്ചു. 1974 മുതൽ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ആണ് ലോകമെമ്പാടും നഴ്സസ് ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ വർഷം നഴ്സസ് ദിനത്തിൽ നമ്മുടെ ഭാവി ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്ന അതീവ പ്രസക്തിയാർന്ന സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണാടിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ ചേർന്ന ആദരണ ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു വിയൽ, ഫാർമസിസ്റ്റ് സ്വാതി ഗംഗാധരൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് സുനിത രാഘവൻ, ബ്രദർ അരുൺ PS, പ്രവീണ വി, സിമി സൈമൺ, TT സജിത എന്നിവരെ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP പൂച്ചെണ്ട് നൽകി ആദരിച്ചു. വനിതാ സംരംഭകരുടെ വുമൺ എന്റർപ്രണേഴ്സ് എക്സ്പോ ചാവക്കാട് തിരുവത്ര TM മഹൽ ഓഡിറ്റോറിയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എംപവർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രദർശനം മെയ് 14 രാവിലെ 10 മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. നിയുക്ത MLA NK അക്ബർ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. 50ഓളം വനിതകളുടെ കൂട്ടായ്മയായ എംപവർ ഗ്രൂപ്പാണ് എക്സ്പോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. രാവിലെ 10 മുതൽ രാത്രി 8 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ 100-ലധികം സ്റ്റാളുകളാണ് സജ്ജീകരിക്കുന്നത്. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്, ശിശുരോഗ നിർണയ ക്യാമ്പ്, പ്രമേഹ നിർണയ ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ് എന്നിവ എക്സ്പോയുടെ പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ ഫുഡ് കോർട്ടുകൾ, ഡ്രസ് മെറ്റീരിയൽസ്, മെഹന്തി, ഹെർബൽ ആൻഡ് ക്ലീനിംഗ് പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, അലങ്കാര ചെടികൾ എന്നിവയുടെ ശേഖരവും മേളയിലുണ്ടാകും. പുതുതായി പുറത്തിറക്കുന്ന ഹെർബൽ സോപ്പ്, ഓയിൽ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടക്കും. പ്രാദേശിക വനിതാ കൂട്ടായ്മകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും കുറഞ്ഞ നിരക്കിൽ സ്റ്റാളുകൾ ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുട്ടികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയും അവർക്കായി പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്കായി ഓരോ മണിക്കൂറിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. സ്കൂൾ കിറ്റുകൾ, സ്റ്റേഷനറി കിറ്റുകൾ, ക്ലീനിംഗ് കിറ്റുകൾ, അടുക്കളത്തോട്ടം കിറ്റുകൾ എന്നിവ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ മേളയിൽ ലഭ്യമാകും. വാർത്താസമ്മേളനത്തിൽ കോർഡിനേറ്റർമാരായ സീമ അബ്നാസ്, ഫൗസിയ നജീബ്, സജിത ഷിനോജ്, KP ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 77 36 53 81 82, 75 58 98 97 97 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദിയുടെ P. കൃഷ്ണപിള്ള സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും വാൾനട്ട് ഗാർഡൻസ് PS ഇന്ദ്രൻ സ്മാരക ട്രോഫിക്കും വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ച ഫുട്ബോൾ മേള ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് മുഖ്യാതിഥിയായി. V. അനൂപ്, KV സുഭാഷ്, KA സുകുമാരൻ, KV ജനാർദ്ദനൻ, KA അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ഗ്രാമവേദി അഞ്ചങ്ങാടി PNFC കോട്ടയത്തെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 7:30 മുതലായിരുന്നു മത്സരം. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് A. ജയകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ ശിവരാമൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ PA സജി, PC രതീഷ്,
KL ജോജുമോൻ, സുമതി രാജൻ, ബാങ്ക് സെക്രട്ടറി KJ ബിജു, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, നോട്ട് പുസ്തകം, പേന, കുട, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ സ്റ്റുഡന്റ് മാർക്കറ്റിൽ മിതമായ വിലയിൽ ലഭ്യമാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന് തുടക്കമായി. അരികന്നിയൂർ ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രഭാകരൻ പ്രണവം അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ, മണിഗ്രാമം മാതൃസമിതി സെക്രട്ടറി ഉഷാ ശിവൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സദാനന്ദൻ താമരശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആചാര്യവരണം, വിഗ്രഹ ഘോഷയാത്ര, മഹാത്മ്യ പ്രഭാഷണം എന്നിവയും 108 പേർ പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. 18 വൈകിട്ട് 5 പാതിരാക്കുന്നത്ത് രുദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് സപ്താഹത്തിന്റെ ആചാര്യൻ. ചാലിശ്ശേരി പെരുമണ്ണൂർ ശ്രീ കോട്ടക്കാവ് ക്ഷേത്ര മൈതാനിയിൽ PFA പെരുമണ്ണൂർ സംഘടിപ്പിച്ച 30ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ റെഡ് സ്റ്റാർ കൊടിക്കാംകുന്നിനെ ട്രൈബേക്കറിലൂടെ പരാജയപ്പെടുത്തിയാണ് ലാസ്മോസ് FC ചങ്ങരംകുളം ചാമ്പ്യന്മാരായത്. തൃത്താല നിയുക്ത MLA VT ബൽറാം സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രദേശത്തെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന ലത, വസന്തകുമാരി, പ്രസന്ന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ബാലൻ കരിമ്പനയ്ക്കൽ, ഉണ്ണി മങ്ങാട്ട്, സലിം, സോമിൽ ഉടമ അമ്മുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സുരേഷ്, പപ്പു, വിനോദ്, ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. ഫൈനലിന് മുൻപായി നടന്ന വെറ്ററൻസ് ഫുട്ബോൾ മത്സരത്തിലും ആവേശം നിറഞ്ഞ പ്രകടനമാണ് അരങ്ങേറിയത്. പ്രണവം പെരുമണ്ണൂരിനെ 1-2 ഗോളിന് പരാജയപ്പെടുത്തി PFA പെരുമണ്ണൂർ വിജയികളായി. മുൻകാല ഫുട്ബോൾ താരങ്ങളായ ഉണ്ണികൃഷ്ണൻ, സുന്ദരൻ, ഉദയൻ, ഷംസു, പ്രമോദ്, ദീപേഷ്, രാകേഷ്, പ്രശാന്ത് എന്നിവർ ഇരു ടീമുകളിലുമായി കളത്തിലിറങ്ങി. കുണ്ടഴിയൂർ GMUP സ്കൂളിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി സ്കൂൾ സുരക്ഷാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ സുരക്ഷാ മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള യോഗവും നടന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ CV സുഭാഷ് അധ്യക്ഷനായി. PTA പ്രസിഡന്റ് തസ്നി ഷാഫി, SMC ചെയർമാൻ RH ഹാരിസ്, SSG കൺവീനർ അഫ്സൽ പാടൂർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് RP റഷീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരായ S സമീർ, വിനോദ് ശ്യാം എന്നിവർ അപകടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ സയൻസ് മാത്സ് ടാലന്റ് പരീക്ഷയിൽ 4ാം റാങ്കും ജില്ലയിൽ 1ാം റാങ്കും നേടി 1ാം ക്ലാസ്സുകാരൻ റിയാൻ റോവി. കേച്ചേരി പെരുമണ്ണ് തൈക്കാട്ടിൽ റോവി ഡിറ്റ ദമ്പതികളുടെ മകനായ റിയാൻ തലക്കോട്ടുകര അസീസി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലയൂർ യൂണിറ്റ് വാർഷികം നടത്തി. മാവാ ബസാർ വ്യാപാര ഭവനിൽ ചേർന്ന 26ാമത് ജനറൽ ബോഡി യോഗം പ്രസിഡന്റ് ബിജു മുട്ടത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സേവിയർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ നൌഷാദ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ബിജു മുട്ടത്ത് പ്രസിഡന്റ്, ചിദംബരനാഥൻ സെക്രട്ടറി, സേവിയർ ട്രഷറർ, ജോയ് വൈസ് പ്രസിഡന്റ് നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ നൌഷാദ് അഹ്മോവിന്റെ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടി. 4 അടിയോളം നീളമുള്ള ചേരയെയാണ് കൂട്ടിൽ കണ്ടെത്തിയത്. കിളികളുടെ അസ്വാഭാവികമായ ബഹളം കേട്ട് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടത്. കൂടിനുള്ളിൽ മറ്റൊരു സുരക്ഷാ ഇരുമ്പ് വല കൂടി ഉണ്ടായിരുന്നതിനാൽ പാമ്പിന് കിളികളിരിക്കുന്ന ഭാഗത്തേക്ക് കടക്കാനായില്ല. കൌൺസിലർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. പരിശോധനയിൽ പാമ്പ് പ്ലാസ്റ്റിക് വിഴുങ്ങിയതായി കണ്ടെത്തി. തുടർന്ന് പാമ്പ് 2 അടിയോളം നീളമുള്ള പ്ലാസ്റ്റിക് ടീറ്റ് ഛർദ്ദിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,115 രൂപ, പവന് 1,12,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം
NSS കുന്നംകുളം കരയോഗം ഭരണസമിതി അംഗം ചിരളയം കൂളിയാട്ട് ഗിരിജൻ പണിക്കർ നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ലീലയാണ് ഭാര്യ. ലജേഷ് കുമാർ, ഉമേഷ് കുമാർ, മഹേഷ് കുമാർ എന്നിവർ മക്കളാണ്. മറ്റംമുളയ്ക്കൽ ഔസേപ്പ് മകൻ ജോസഫ് നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഹെന, നീന, ജോസ്, ജിബിൻ എന്നിവർ മക്കളാണ്. കടവല്ലൂർ കല്ലുംപുറം അച്ചൂത്ത് വേലായുധൻ എന്ന ശങ്കരൻ നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. ശാന്ത ഭാര്യയാണ്. സനൂപ്, സന്ദീപ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7ഓളം പേർക്ക് നായയുടെ കടിയേറ്റു. പ്രദേശവാസികൾ ഭീതിയിൽ. മോഷ്ടിച്ച സ്വർണം തിരികെ നൽകി മാപ്പ് അപേക്ഷിച്ച് മോഷ്ടാവ്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകിയാണ് മോഷ്ടാവിന്റെ മാപ്പ് അപേക്ഷ. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. വൈകിട്ട് 4 മണിയോടെയായിരുന്നു വേലിയേറ്റം. മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ. എരുമപ്പെട്ടി അത്താണി റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സിലെ ഡ്രൈവർ പുതുരുത്തി സ്വദേശി സുധീഷിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന കുന്നംകുളത്തെ നോട്ട്ബുക്ക് വ്യവസായം. 240 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവശേഷിക്കുന്നത് 25 എണ്ണം. കുന്നംകുളത്തിന്റെ തനത് വ്യവസായത്തെ സംരക്ഷിക്കാൻ നഗരസഭയും AC മൊയ്തീൻ MLAയും ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.